ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഈച്ചക്കൂട്ടത്തെ കണ്ടോ? ഇവിടെ മൊത്തം പറന്ന് നടക്കുന്ന ചെറുതേനീച്ചക്കൂട്ടം. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ, വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ഈച്ചക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇവിടെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ വേറെ ഏതോ കൂട്ടിൽ നിന്ന് സെറ്റ് പിരിഞ്ഞ് വന്ന ഒരു പാർട്ട് ഓഫ് ടീമാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു കോളനി ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കോളനി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനെ അറ്റാക്ക് ചെയ്ത് ആ കോളനി എടുക്കാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ കോളനി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു കാലിപ്പെട്ടി, ഈച്ചയില്ലാത്ത ഒരു കാലിപ്പെട്ടി നമ്മളിവിടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം അതിനകത്തോട്ട് വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഇവിടെ വെച്ചേക്കുന്നത്, ഒന്നുകിൽ അവർ ഇതിനകത്തൊന്ന് കയറും, അല്ലെങ്കിൽ അവർ വേറെ കൂട് നോക്കിപ്പോകും. മറ്റേ കൂട് നമ്മളിവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന കോളനി, അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച കോളനി നമ്മളിവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ആ കോളനി അവിടെ വെച്ച് കഴിഞ്ഞാൽ, ആ കോളനിക്കകത്തേക്ക് അവർ കയറിയിട്ട് ആ കോളനിയിലുള്ള ഈച്ചകളെ കൂടി അറ്റാക്ക് ചെയ്ത് കൊല്ലാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളത് ആ കോളനി സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ എൻട്രൻസ് ക്ലോസ് ചെയ്ത് വേറൊരു എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈച്ചയ്ക്കും പുറത്തു പോകാൻ പറ്റത്തില്ല. ആ ഫൈറ്റിന് വേണ്ടിയിട്ട് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ എൻട്രൻസ് പ്രോപ്പറായിട്ട് ചെയ്യപ്പെട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഈച്ചകളാണ് ഇപ്പോൾ ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഏതോ കൂട്ടിൽ നിന്ന് വന്ന സെറ്റ് വിരിഞ്ഞ് വന്ന ഈച്ചകളാണ്. അവരിപ്പോൾ മേ ബി ഈ കൂട്ടിൽ കയറുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു കോളനി, നല്ല സ്ട്രെങ്ത് ഉള്ള പുതിയൊരു കോളനി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ കൂടിൻ്റെ രണ്ട് സൈഡിൽ അവർ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് അവിടെ അവർ അറ്റാക്ക് ചെയ്യുന്ന കോളനി നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു പുതുതായിട്ട് ഫ്രഷ് കോളനി, നല്ല സ്ട്രെങ്ത് ഉള്ളൊരു കോളനി നമുക്ക് പുതുതായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഈച്ചകൾ പറക്കുന്ന കാണുകയാണെങ്കിൽ, അത് 3 തരത്തിലുള്ള പറക്കലാണല്ലോ. ഒന്ന് സ്വാമിങ് എന്ന് പറയും, ഒരു കൂട് വിട്ടു പോകുന്ന ഒരു കോളനിയിൽ നിന്ന് രണ്ടായിട്ട് സ്പിറ്റായി പോകുന്ന ഒരു കൂട്ടം, അതായത് സ്വാമിങ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ അക്രമ പറക്കലാണ്. അതായത് പുറത്തുനിന്ന് വരുന്നൊരു കോളനിയിൽ ഈച്ചകൾ വേറൊരു കോളനി ആക്രമിച്ച് അതിനകത്ത് കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നുള്ളൊരു പറക്കൽ എന്ന് പറഞ്ഞാൽ റാണി തേനീച്ചയായിട്ട് മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പറക്കലാണ്. ഈ മൂന്നും വ്യത്യാസമായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ഒരു പാറ്റേൺ ഇല്ലാതെ കൂട്ടിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അറ്റാക്കിങ് നേച്ചറാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ കോളനികളിൽ നിങ്ങളുടെ കോളനികളെ ഇതുപോലെ അറ്റാക്കിങ് നേച്ചർ വരുവാണെങ്കിൽ, ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കോളനി അവിടെ അടുത്ത് മാറ്റിയിട്ട് ഒരു കാലിക്കൂട് വെച്ച് കൊടുക്കുക. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഒന്നുകിൽ ആ പുതിയതായിട്ട് വരുന്ന ഈച്ചകൾ ആ കോളനിയിൽ പുതിയ കൂട്ടിലേക്ക് വന്ന് കയറും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് കോളനി, അവിടെ ഇരിക്കുന്ന കോളനി സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.